ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട അവൽ വിളയിച്ചതാണ്. സാധാരണയായിട്ട് ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ അവൽ വിളയിച്ചത് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അവൽ ചെറുതായിട്ടൊന്ന് വറുത്തു മാറ്റേണ്ടതുണ്ട്. ഇവിടെ ഞാൻ 250 ഗ്രാം മട്ട അരിയുടെ അവലാണ് എടുത്തിട്ടുള്ളത്. അവൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. കൂടുതലായി വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ലൈറ്റായിട്ട് ഒരു ക്രിസ്പിയായി കിട്ടിയാൽ മാത്രം മതിയാകും. ഇപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റോളം വറുത്തിട്ടുണ്ട്. ഇനി ഈ വറുത്ത അവൽ മാറ്റി വെക്കണം. ഈ ശർക്കര പാനി 250 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ശർക്കര പാനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി പാനിയാക്കിയാൽ മാത്രം മതിയാകും. ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ഞാൻ 250 ഗ്രാം അവലിന് 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ശർക്കര പാനി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാളികേരം ചിരകിയെടുത്തതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. നാളികേരം കപ്പളവിൽ ഏകദേശം 2.25 കപ്പോളം വരുന്നുണ്ട്. നാളികേരം കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് അവൽ വിളയിച്ചതിൻ്റെ മെയിൻ ഐറ്റമായ ഒരു ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഏത്തപ്പഴം തന്നെ ഉപയോഗിക്കാവൂ കേട്ടോ. ചെറുപഴമോ മറ്റേത് പഴം ഉപയോഗിച്ചാലും നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഈ ഒരു രീതിയിൽ ശർക്കര പാനിയിൽ നാളികേരവും ഏത്തപ്പഴവും നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്ത് തയ്യാറാക്കുന്ന അവൽ വിളയിച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 ഏലക്ക പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകം മതിയാവും കേട്ടോ. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന അവൽ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അവലെല്ലാം നന്നായിട്ട് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നെയ്യിലേക്ക് 3 ടീസ്പൂൺ പൊട്ടുകടല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൊട്ടുകടല നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. പൊട്ടുകടലയുടെ കൂടെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാഷ്യൂസ്, റേസിൻസ്, നാളികേരക്കൊത്ത് ഇതെല്ലാം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ പൊട്ടുകടല മൂത്ത് വന്നിട്ടുണ്ട്. അധികം ഡാർക്ക് ആവേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ കറുത്തെള്ളും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ എള്ള് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്ത പൊട്ടുകടലയും എള്ളും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവൽ വിളയിച്ചതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വളരെ ടേസ്റ്റിയായ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ അവൽ വിളയിച്ചത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അങ്ങനെ നമ്മുടെ അവൽ വിളയിച്ചത് നന്നായി മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.